ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ജലാൽ കണ്ണമംഗലാണേ. ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് ഒരു മദ്ബൂത്ത് ഐറ്റം. മദ്ബൂത്ത് എല്ലാവർക്കും അറിയണ ഇതേക്കാരം നമ്മൾ കബ്സൊക്കെ പോലുള്ള ഒരു ചോറാണ്. അപ്പോൾ അതിന് റെഡി ആയിട്ടുള്ള ആദ്യം നമ്മൾ കുക്കറിൽ എണ്ണ വെച്ചിട്ട് ഉള്ളി ഇട്ടിങ്ങനെ ഉള്ളി ചെറുതാക്കി നുറുക്കിയിട്ട് ഒരു ഉള്ളി ഇട്ടെടുത്ത് ലേശം വാടാൻ ഇളക്കി കുറച്ചൊക്കെ വാടട്ടെ. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അടുത്തായിട്ട് റെഡി ആയിട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങുണ്ട്, പച്ചമുളക് ചീന്തിട്ടിട്ടുണ്ട്, 2 ഉണക്കനാരങ്ങ ഇല്ലാത്തതുകൊണ്ട് പച്ചനാരങ്ങയാണ്. ലേശം പാകത്തിന് ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത് ഉള്ളി ഒന്ന് വാടിക്കോട്ടെ വെച്ചിട്ട്. പിന്നെന്ത് ചെയ്തു, നമ്മളൊരു ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ടെടുത്ത്. ചെറിയ ബോക്സാണ് അത്, ചെറിയൊരു ബോക്സ് ഫുള്ളായിട്ടാണ് ഇട്ട്. പിന്നെ ലേശം ഏലക്കായ, ലേശം പട്ട, ലേശം കറാമ്പൂവ്, അത് 3 കൂടിയും അതിലിട്ടെടുത്ത്. അതിൻ്റെ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഉരുളൻകിഴങ്ങ്, പച്ചമുളക്, ചെറുനാരങ്ങ അത് ആ മസാലയ്ക്ക് ഇട്ടെടുത്ത് നന്നായി ഇളക്കിയിട്ട് കുറച്ചൊക്കെ വെന്ത് വരുമ്പോൾ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മളിതിന് റെഡി ആയിട്ട് ആദ്യം ചിക്കന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കട്ട് ചെയ്ത് കഴുകി റെഡിയാക്കി വെച്ച് അതിങ്ങനെ അതിലാണ്ട് ഇട്ട് കൊടുത്ത്. അപ്പോൾ നമ്മളിതിന് ഉപയോഗിക്കുന്ന അരി ഏതെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ബസുമതി റൈസ് ഉണ്ടല്ലോ, ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസ്, അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കണം. ഓക്കെ, മസാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അതിലൊന്നാണ്ട് ഇളക്കി മിക്സ് ചെയ്യുക. നന്നാക്കിയൊന്ന് മിക്സ് ചെയ്യുന്ന ഇറച്ചിയൊക്കെ മാറട്ടെ. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളൊന്ന് ആ കുക്കറൊന്ന് മൂടുക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ കുക്കർ അടച്ച് ഇനി ഒരു മിനിമം ഒരു 4 വിസിൽ, 2 വിസിൽ ഊതിയതിൻ്റെ ശേഷം തീ ലേശം കുറച്ചാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് 4 വിസിൽ കഴിഞ്ഞ് എയർ പോയതിൻ്റെ ശേഷം ഓപ്പൺ ചെയ്യാം. മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മളെ മദ്ബൂത്ത് റെഡിയായി. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കാര്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീണ്ടും ഞാൻ പുതിയ വീഡിയോസായിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, നമ്മൾ ചോറ് ഉഷാറായിട്ടുണ്ട് കേട്ടോ, മാഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും.